പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ. അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ, അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസർച്ച് ചെയ്യുന്നവരെ, കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവിടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ ഏൽപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. റോമ 8:31
റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അപ്പം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത്. എന്താണ്? എൻ്റെ നുകം മധുരമാണെന്ന് പറയണില്ലേ? ഈശോയുടെ വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ്? സ്വീറ്റാണെന്ന് പറഞ്ഞു. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലൈറ്റ് വെയിറ്റ് ആണെന്ന്. ഈ വിഷയത്തില് നമ്മളെ ദൈവസ്നേഹ ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവസ്നേഹത്തെ പ്രേരിതരായി ദൈവത്തോടുള്ള തീഷ്ണതയും എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആക്കി തരണതാ. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തരും. കാര്യം ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി. 10,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ കിടപ്പില്ലേ? നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ? അപ്പം അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ വിശ്വസിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞങ്ങൾ കൊടുത്തു വിട്ടു. അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അവൻ പാസ്സാവുകയും അവന് US പോകാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കിട്ടിയ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ പറ്റിയില്ല. ആ സമയമായപ്പോഴേക്കും കൊറോണയൊക്കെ പിടിച്ചു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ദൂരെ വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പറയാൻ പറ്റാഞ്ഞതുകൊണ്ട് തിരുക്കുമാരനും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയും. പിന്നെ അതിൻ്റെ തുടർച്ചയായി അവിടെ 2 വർഷം കഴിഞ്ഞപ്പോൾ അവന് ഗ്രീൻ കാർഡ് വേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ വേണ്ടി വന്നു. ആ ഗ്രീൻ കാർഡിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും തമ്മിൽ ഡേറ്റിൽ വ്യത്യാസം വന്നു.
ഈ വ്യത്യാസം വന്നപ്പോൾ അതതിൻ്റെ പ്രോസസ്സിങ് അവിടെ നിൽക്കുകയും ഇവന് മൊത്തത്തിൽ വിഷമമാവുകയും ഈ 23 വരെയുള്ളൂ അതിൻ്റെ കാലാവധി. അതിനു മുമ്പ് അത് കിട്ടിയില്ലെങ്കിൽ അവനെ അവിടെയുള്ള അവന് തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം അവന് കയറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 1 വർഷം മുഴുവൻ ഈ ഓഫീസുകൾ കീഴിറങ്ങി നടന്ന് ഈ ഡേറ്റുകളൊക്കെ തിരുത്താനും പേപ്പർ വർക്കുകൾ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി നടന്നെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം ഞാൻ കഴിഞ്ഞ 2023 ജനുവരി 17-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി പ്രകാരം ഞാൻ ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് പത്രങ്ങൾ കൂടുതലും മേടിച്ച് വിതരണം ചെയ്തും, അത് ചുമ്മാതെയൊന്നുമല്ല, ഞാൻ ഓരോ കെട്ട് പേപ്പറും വിശ്വാസ പ്രമാണം സ്വന്തമായിട്ട് എഴുതി പിൻ ചെയ്തും 6 നിയോഗങ്ങൾക്ക് 6 വചനങ്ങൾ എഴുതി പിൻ ചെയ്തും, അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്തും, അങ്ങനെ 180ഓളം പത്രം ഞാൻ ഓരോ വീടും കയറി ഇറങ്ങി ഞാൻ കൊടുത്തു. അങ്ങനെ കൊടുത്തതും പിന്നെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അങ്ങനെ പ്രത്യേക ഈ കാര്യം സാധിക്കണം അതിൻ്റെ ഒരു വിഷമം കൊണ്ട് തീക്ഷ്ണമായി മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിലായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ചെറിയ അനക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങി അവൻ്റെ പേപ്പർ വർക്കിൽ. എങ്കിലും 90 ദിവസം ആയപ്പോഴേക്കും ഒന്നും കിട്ടിയില്ല കയ്യിൽ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 90 ദിവസം കഴിയുമ്പോൾ എനിക്ക് പുതുക്കണം, എനിക്ക് നാണക്കേടാ, ഞാൻ നിൻ്റെ അടുത്ത് എത്ര കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചതാണ്, അപ്പം എനിക്ക് എൻ്റെ മകൻ്റെ ഈ കാര്യം എനിക്ക് സാധിച്ച് കിട്ടി, എനിക്ക് അവിടെ പോയി പുതുക്കാനൊരു അവസരം തരണേ അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മൊത്തം 100 ദിവസം കറക്റ്റായപ്പോൾ എനിക്ക് ഈ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിയറാക്കി എഴുതി കയ്യിൽ കിട്ടി. ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആനിപ്പോൾ, എൻ്റെ വീട് പള്ളിപ്പുറം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 നവംബർ 5-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയാണ്. ഞാൻ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നത്. അതും ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നത്. അത്രക്ക് വിഷമത്തോടെയാണ് ഞാൻ ഈ തിരുസന്നിധിയിൽ വന്നത്. എൻ്റെ മകൻ്റെ പേര് എബൽ പോൾ. അവൻ +2 കഴിഞ്ഞതിന് ശേഷം ആ വർഷമാണ് കൊറോണയുടെ വർഷം. അതിനുശേഷം അവൻ്റെ പഠിത്തമെല്ലാം 1 വർഷം നിന്നുപോയി. അതിൻ്റെ കുറവ് അവനെ ഒരുപാട് ബാധിച്ച്. കാരണം കണ്ടിന്യൂസായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ 1 വർഷം മിസ്സായപ്പോൾ ഉണ്ടായത്, അവന് പഠിത്തത്തിലുള്ള താല്പര്യം വളരെ കുറഞ്ഞു. പിന്നെ വന്ന കൊറോണയൊക്കെ മാറി സ്കൂളുകളെല്ലാം ഓപ്പണായപ്പോൾ അവനെ ഡിഗ്രിക്ക് ചേർത്ത് ഓൺലൈൻ പഠനമായിരുന്നു. 3 വർഷം പോയി. 3 വർഷമല്ല 3 മാസം അവൻ പോയി. പക്ഷേ അവന് പഠിത്തത്തിൽ ഈ ശ്രദ്ധ കുറഞ്ഞ് അവൻ ആ ഡിഗ്രിക്ക് പോയതിൻ്റെ ഇത് നിർത്തിക്കളഞ്ഞ്. അങ്ങനെ പിന്നെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം തിരികെ വാങ്ങി വീണ്ടും 1 വർഷം പോയി. അതിനുശേഷം പോളിടെക്നിക്കിന് ചേർത്ത് അവിടെയും 2 മാസം പോയി. വീണ്ടും പഠിത്തം നിന്ന്. പഠിക്കാനുള്ള അവൻ്റെ ആ താല്പര്യക്കുറവ്, ആ 1 വർഷക്കാലം നിന്നുപോയതിൻ്റെയാണ് കൂടുതലും സംഭവിച്ചത്. പിന്നീട് അവന് പഠിത്തത്തിൽ താല്പര്യമില്ലാണ്ടായപ്പോൾ ഇവന് നാട്ടിൽ ഒരുപാട് കൂട്ടുകാരുമൊക്കെ അവനുണ്ട്. അവൻ്റെ ഈ എന്തെങ്കിലും ഒരു തൊഴിലാണല്ലോ അമ്മമാർ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ അങ്ങനെയല്ല, മക്കൾക്ക് പഠിച്ചൊരു ജോലി.
ഇനിയിപ്പോൾ പഠിത്തം മുടങ്ങിയാലും അവനൊരു ഉയർന്ന നല്ലൊരു രീതിയിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ അവന് വേണ്ടിയിട്ട് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഒരു ദിവസം ആ സുഹൃത്ത് എന്നോട് വിളിച്ച് പറയണേണ്, ഈ മകന് വേണ്ടിയിട്ട് പോളണ്ടിലേക്കൊരു ചാൻസ് ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മകനും ഇവിടെ നിന്ന് പോകണമെന്നാണ്. അവന് ഒരുപാട് കൂട്ടുകാരുണ്ട്, അവനെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണ് കൂടുതലും. അവനങ്ങനത്തെ ഒരു പ്രകൃതമാണ്. പക്ഷേ എങ്ങനെ വിടും പുറത്തേക്ക് പോകാനായിട്ട്? പോളണ്ടിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് പൈസ കൊണ്ടൊന്നും വിടാൻ പറ്റില്ല. പിന്നെ അതിനേക്കാൾ ഉപരി പോളണ്ടിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ 2022 ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ല. അതിക്ക് 8 മാസം മുൻപാണ് ഞാൻ മകന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞത്. ഈ പോളണ്ടിലേക്കുള്ള ചാൻസ് പഠിത്തം മുടങ്ങി അവിടേക്ക് പോകാനായിട്ട് അതിന് ശേഷം പറഞ്ഞ് അങ്ങനെ നോക്കണേണ്. പ്രോസസ്സിങ് പേപ്പറിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. ഞങ്ങൾ പറഞ്ഞ് പൈസയുടെ കാര്യമൊന്നും നോക്കിയില്ല, ഞങ്ങൾ നോക്കാൻ പറഞ്ഞ്. അങ്ങനെ എൻ്റെ സുഹൃത്ത് അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളെല്ലാം തുടങ്ങി. അപ്പോൾ പൈസ കെട്ടണമെന്ന് പറഞ്ഞ് ആദ്യം 1 ലക്ഷം രൂപ പൈസ അടച്ചാലേ നമ്മുടെ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അങ്ങനെ പൈസ ഒപ്പിച്ച് ഞങ്ങൾ ഇത്തിരി കടബാധ്യതയിലേക്ക് നിൽക്കുന്ന ഒരവസരമാണ്. എങ്കിൽ പോലും മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവന് ഇവിടെ നാട്ടിൽ നിന്ന് പോയാൽ നല്ലൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ അവൻ രക്ഷപ്പെടുമല്ലോ എന്നോർത്ത് പൈസ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി തന്നെയാണ്. മാതാവിന് അറിയാം, മാതാവിനോട് ഇവിടെ വരണക്കാട് മുൻപാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നൊരു മകൾ തന്നെയാണ്. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് തന്നെ പൈസ കൊടുത്തെങ്കിലും കുറച്ച് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വിളിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് തിരിച്ച് റിപ്ലൈയും തന്നെയില്ല. പൈസ ആണെങ്കിൽ അയച്ചും കൊടുത്ത്, ആ സുഹൃത്തിൻ്റെ പേരിലല്ല നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ആ സുഹൃത്ത് വേറെ ഒരാൾ ഏർപ്പാടാക്കിയിട്ടാണ് നമ്മളോട് ഇത് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് ഞാൻ പൈസ അയച്ചു കൊടുത്തെങ്കിലും പിന്നെ ഈ സുഹൃത്ത് പറഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സുഹൃത്തിനെക്കുറിച്ച് വിവരം ഒന്നുമില്ല. സുഹൃത്ത് ഇറ്റലിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സുഹൃത്ത് മെസ്സേജ് ഇട്ടേക്കണേ എനിക്ക്, ഞാൻ നാട്ടിലുണ്ട്, ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ ക്യാൻസറായിട്ട് സീരിയസ് ആയിട്ട് കിടക്കണേണെന്ന് പറഞ്ഞ്. പുള്ളിക്ക് ലെൻസിൽ ഈ ക്യാൻസർ വന്ന് പെട്ടെന്ന് അവിടെ വെച്ച് സംഭവിച്ച് അറിഞ്ഞില്ലെന്നാണ് പറയണത്. പുള്ളി ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഈ പുള്ളിക്ക് പെട്ടെന്നാണ് അസുഖം പിടിപെട്ട് പുള്ളിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആസ്റ്ററിൽ സീരിയസ് ആയിട്ട് പുള്ളി കിടക്കണേന്നാണ് പറയണത്. പുള്ളിയുടെ അസുഖവും എൻ്റെ മോൻ്റെ ഈ പൈസ ഇത് ചാൻസിൻ്റെയും കാര്യം ഓർത്തപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. എനിക്ക് രണ്ടും വേണ്ടതായിരുന്നു. പുള്ളിക്ക് ഇത്രയും ഈ അസുഖം വന്നെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ആഘാതവും, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കിയിരിക്കണ്, പുള്ളി അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ആരും തന്നെ ഇല്ല, ഇതാർക്കും അറിയാനും പാടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മകന് എൻ്റെ ഹസ്ബൻഡിന് മാത്രം അറിയൂ, പിന്നെ ആ സുഹൃത്തിന് മാത്രം അറിയൂ. ഞാൻ എൻ്റെ മകൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് പുള്ളി എനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തത്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തകർന്ന്. അങ്ങനെ ആ മെസ്സേജ് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഇനി ഏതാനും ദിവസത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകൻ്റെ കാര്യം. ആ സുഹൃത്തിൻ്റെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറൊക്കെ തന്നു എനിക്ക്. അത് ആ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് മരിച്ച്. എൻ്റെ അടുത്ത് തന്നെയാണ് വീട്, ഞങ്ങൾ പോയി കണ്ട്. പക്ഷേ എനിക്ക് ചിമിത്തേരി പോയി കുടിക്കലിൽ നിന്ന് അയാൾ ആത്മാവിനോട് സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം ഞാൻ എന്തു പറയും,
എൻ്റെ കാശ് പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മാസങ്ങൾ കടന്നതിന് പോയതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുതങ്ങളും അച്ഛനെക്കുറിച്ചും ഞാൻ ഇവിടുത്തെ ഉത്ഭവം ആദ്യം മുതൽക്കേ ഞാനിത് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ കടലിൽ സുവിശേഷം പ്രസംഗിച്ചതും അച്ഛനെക്കുറിച്ച് എല്ലാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ഇത്തിരി അവിശ്വാസിയും കൂടിയാണ്. പക്ഷേ എനിക്ക് വളരെ ആഴത്തിൽ പതിഞ്ഞ് എനിക്ക് അച്ഛൻ്റെയും ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതങ്ങളും ആഴത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ട് അങ്ങനെ ഞാൻ ഈ തകർന്ന് നിൽക്കുന്ന മാസങ്ങൾ കഴിഞ്ഞ് തകർന്ന് നിന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകണേണ്, ഒറ്റക്കാണ് ഞാൻ പോണത്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ്. കാരണം എനിക്ക് നേരത്തെ തൊട്ടേ എനിക്ക് ഭയമില്ല, എവിടെയും ഞാൻ യാത്ര ചെയ്യും. അങ്ങനെ ഞാനിവിടെ വന്ന് അപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരത്തിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോകണേണ്. അപ്പോൾ അവളിവിടെ വന്നിട്ടുള്ളതാണ്. അവൾ പറഞ്ഞ് ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെങ്കിൽ ഉടമ്പടി എടുത്തോന്ന് എന്നോട് പറഞ്ഞു. ഞാനപ്പം മോൻ്റെ കാര്യമൊക്കെ നിങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അങ്ങോട്ട് അറിയില്ല. എന്നാലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ വീട്ടിലിരുന്ന് ചെല്ലണ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ വേറൊരു ചേച്ചിനോട് വാട്സപ്പ് വഴി ഞാൻ അത് എഴുതി വിട്ടിട്ട് ഞാൻ അത് ചെല്ലുമായിരുന്നു. പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമെന്ന് മാത്രമുള്ള തിരികളൊന്നും കത്തിക്കാറില്ല, പ്രാർത്ഥന മാത്രം ചെല്ലും ഞാൻ എൻ്റെ തിരി കത്തിച്ച്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയിലാണ്, എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല, ഉറക്കം ഉണ്ടാകാറില്ല എനിക്ക്. ഞാൻ രാത്രി ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് എൻ്റെ മകന് വേണ്ടിയിട്ട്. എനിക്ക് ഉറക്കിടന്നോ എനിക്ക് ഉറക്കം വരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങളും കൂടി അത് ഓർക്കണം, രാത്രിയിൽ ഇരുന്നുള്ള പ്രാർത്ഥന ശരിക്കും ഫലിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എൻ്റെ മോൻ എന്നോട് വന്ന് ചോദിക്കും, മമ്മി എന്താണ് കിടക്കണില്ല, എന്താണ് ഇതിങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടാകും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങി അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ നേരം വെളുക്കുമ്പോഴാണ് നേരം വെളുക്കൂല, വെളുപ്പിനേന് ഞാൻ ഉണരും. പക്ഷേ ഞാൻ ഇവിടെ കിടന്നാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ കയ്യിൽ കൊന്ത താഴെ കിടപ്പുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഉറക്കങ്ങൾ ആയിരുന്നത്. അങ്ങനെ അതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഒറ്റയ്ക്ക് ഞാൻ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ 7 മണിക്കാണ് ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ 7 മണിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എങ്ങനെ ഞാൻ എവിടെ എത്തുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ശരിക്കും സഞ്ചാരി മാതാവെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ച് ആ സമയത്ത് എൻ്റെ കൂടെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ എൻ്റെ മോളെ പോലെ കരുതണ ഒരു പെൺകുട്ടി വന്നിട്ടും എൻ്റെ കൈ പിടിക്കണേണ്. കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ചേച്ചിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടും റോഡ് ക്രോസ് ചെയ്യിച്ച് ഞാനും ആ കുട്ടിയും കൂടിയാണ് ബസ്സിൽ കയറിയത്. അപ്പം ഞാൻ ചോദിക്കണം മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് എൻ്റെ വീട് ആ കുട്ടിയുടെ വീട് കൂനമ്പാവിലാണെന്ന്. അപ്പം ഞാനും ആ കുട്ടിയും ഹൈക്കോർട്ട് വരെയും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുമെന്ന്. അപ്പം എനിക്ക് എന്തൊരു സമാധാനം കിട്ടിയെന്നാ. അങ്ങനെ ഞാൻ അന്ന് ഒറ്റക്ക് വന്ന് ഉടമ്പടി എടുത്ത് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്നെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കണേണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും. അതിനുശേഷം ഞാൻ പറഞ്ഞു നിർത്തിയത് ആ സുഹൃത്തിൻ്റെ മരണം. സുഹൃത്ത് മരിച്ചതിന് ശേഷം അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ വിസ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എപ്പോൾ തുടങ്ങും, വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളല്ലോ. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സുഹൃത്ത് തന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിക്കണേണ്. വിളിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ പറയണേണ് ട്രാവൽസിൽ ഞങ്ങൾക്ക് സകല കാര്യങ്ങളും പറഞ്ഞു തരും. നിങ്ങൾ ഏജൻറ്റുമാരിൻ്റെ അകത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യണമെന്നാണ് പറയണത് എല്ലാ കാര്യങ്ങളും. ശരിക്കും ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. പറഞ്ഞു തന്നതനുസരിച്ച് ട്രാവൽസിൽ പോയി ഞങ്ങൾ എല്ലാ പേപ്പറുകളും അവിടുത്തെ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഏജൻറ്റുമാർക്ക് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഏജൻറ്റുമാർ നമ്മൾക്ക് വേണ്ടി ചെയ്യണത് തന്നെ ഞാനും എൻ്റെ മകനും കൂടി തന്നെ ഞങ്ങൾ ആ സുഹൃത്ത് പറയണതനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അവർ ട്രാവൽസുകാർ തന്ന ഓരോ പേപ്പറുകളും
5-8 പേപ്പറുകൾ നമ്മൾ റെഡിയാക്കണം, PCC അടക്കം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് നിങ്ങൾക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ PCC തന്നെ ഞങ്ങൾ 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായി